الطلبة الأعزاء، مرحبا بكم في الحلقة الأولى من درسنا الأول في Informatics في العربية. فاليوم إن شاء الله سنتعرف على برمجية مايكروسوفت وورد 2007 Informatics in Arabic എന്ന നമ്മുടെ ഈ പേപ്പറിലെ നാലാമത്തെ അധ്യായമായ മൈക്രോസോഫ്റ്റ് വേർഡ് 2007 പരിചയപ്പെടുത്തുന്ന ആദ്യ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അടുത്തുള്ള ഡാറ്റകൾ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്ത് ഡോക്യുമെൻ്റ് രൂപത്തിലേക്ക് മാറ്റാനും അവ ആവശ്യാനുസരണം കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കാനും ആവശ്യമെങ്കിൽ പ്രിൻ്റ് എടുക്കാനുമൊക്കെ നമ്മെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് വേർഡ് 2007. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കോമ്പണൻസ് ആണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങളിൽ പലർക്കും ഈ സോഫ്റ്റ്വെയർ നേരത്തെ ഉപയോഗിച്ച് പരിചയമുണ്ടായിരിക്കാം. എന്നാലും ഇതിലെ ഓരോ ഭാഗങ്ങളും ഇതിലെ ഓരോ ഓപ്ഷനുകളും അവയുടെ അറബി സഹിതം പഠിക്കുന്ന ഒരു പാഠഭാഗമാണ് ഇത്. ഈ തുറന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലെ ഒരു ഫയലാണ്. നമ്മുടെ പാഠഭാഗം ഞാൻ ഇതിലേക്ക് നേരത്തെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഇംഗ്ലീഷിലുള്ള കോപ്പിയാണ് ഞാനിവിടെ നിങ്ങൾക്കിത് പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഫയലിൻ്റെ ഓരോ ഭാഗവും മനസ്സിലാക്കുന്നതോടൊപ്പം അതിൻ്റെ അറബി പദങ്ങൾ കൂടി നാം പഠിക്കേണ്ടതുണ്ട്. ഈ സോഫ്റ്റ്വെയറിൻ്റെ അറബിക് വെർഷൻ ഞാൻ അല്പം കഴിഞ്ഞ് കാണിച്ചു തരാം. പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു വേർഡ് ഡോക്യുമെൻ്റ് തുറന്നാൽ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ വരിയാണ് ടൈറ്റിൽ ബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അറബിയിൽ ശരീഅത്തുൽ ഉൻവാൻ എന്ന പേരിൽ അറിയപ്പെടും. ഈ സോഫ്റ്റ്വെയർ മാത്രമല്ല, കമ്പ്യൂട്ടറിൽ ഏതൊരു പ്രോഗ്രാം തുറന്നാലും അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ വരിയാണ് ടൈറ്റിൽ ബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ആ പ്രോഗ്രാമിൻ്റെ പേരുണ്ടാവും. ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ഏത് പേരിലാണോ ഞാൻ ഈ ഡോക്യുമെൻ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു പേരും ഇതിനോടൊപ്പം ഉണ്ടാകും. ഇനി അഥവാ ഞാൻ പുതിയൊരു വേർഡ് ഡോക്യുമെൻ്റാണ് തുറക്കുന്നത് എന്നുണ്ടെങ്കിൽ, അത് നേരത്തെ സേവ് ചെയ്ത് വെക്കാത്ത ഒരു ഡോക്യുമെൻ്റാണ് തുറക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നതിനോടൊപ്പം ഇംഗ്ലീഷിൽ ഡോക്യുമെൻ്റ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അത് സേവ് വെക്കുമ്പോൾ മാത്രമേ അതിന് നാം കൊടുക്കുന്ന പേര് അവിടെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ ടൈറ്റിൽ ബാറിൽ നാം പരിചയപ്പെടാനുള്ള ഭാഗമാണ് ഈ വലതു ഭാഗത്ത് കാണുന്ന ഈ ഐക്കണുകൾ. അറബിയാണ് എന്നുണ്ടെങ്കിൽ നേരെ ഇടതു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ഞാൻ അറബി വേർഷൻ കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാകും. നമ്മുടെ പാഠഭാഗത്തിലേക്ക് നോക്കാം. ശരീഅത്തുൽ ഉൻവാൻ മനസ്സിലായല്ലോ. ശരീഅത്തുൽ ഉൻവാൻ യൂജദു ഹാദ ശരീഅത്തു ഫി അഅല നാഫിദ. ഈ വിൻഡോയുടെ ഏറ്റവും മുകളിലാണ് ഈ ടൈറ്റിൽ ബാർ ഉള്ളത്. യഹ്തവി അസ്റാറുത്തഹക്കും. അസ്റാറുത്തഹക്കും എന്നാണ് ഈ മൂന്ന് ഓപ്ഷനുകൾക്ക് പറയുക. കൺട്രോൾ ബട്ടൺസ്. വയദഹറു അലൈഹി ഇസ്മുൽ ബർമജിയ വസ്മുൽ മുസ്തനദിൽ മഫ്തൂഹ്. ഈ ടൈറ്റിൽ ബാറിൽ ഈ പ്രോഗ്രാമിൻ്റെ പേരും ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരും അതോടൊപ്പം ഈ ഡോക്യുമെൻറ്റിൻ്റെ പേരും നമുക്ക് കാണാം. യകൂനു ഇസ്മുൽ മുസ്തനദിൽ ജദീദ് ഹത്ത തസ്മിയ അൽ ഇസ്മുൽ ഇഫ്തിറാദി ഡോക്യുമെൻറ്റ്. നാം പുതിയൊരു വേർഡ് ഫയൽ തുറന്ന് അതിന് പേര് കൊടുക്കാത്തടത്തോളം കാലം അതിൻ്റെ പേര് ഡിഫോൾട്ടായിട്ട് ഡോക്യുമെൻറ്റ് എന്ന് മാത്രമായിരിക്കും. സേവ് ചെയ്ത് വെക്കുമ്പോൾ മാത്രമേ നാം സേവ് ചെയ്യുന്ന പേര് ഇവിടെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്നർത്ഥം. പിന്നെ നാം മനസ്സിലാക്കാനുള്ളതാണ് ഈ വലതുഭാഗത്ത് കാണുന്ന ഏറ്റവും മുകൾ ഭാഗത്തായി കാണുന്ന 3 ബട്ടൺസ്. അസ്റാറുത്തഹക്കും എന്നാണ് അറബിയിൽ പറയുക. കൺട്രോൾ ബട്ടൺസ്. നമുക്ക് ഈ ഡോക്യുമെൻ്റ് നിയന്ത്രിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട 3 ഓപ്ഷനുകളാണ് ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്തായിട്ട് കാണുന്നത്. യൂജദു ഫി ശരീഅത്തുൽ ഉൻവാൻ ബിൽ ജാനിബിൽ ഐസർ ഫിൽ ബർമജിയാത്തിൽ അറബിയ. നാം ഈ ഡോക്യുമെൻറ്റിൽ കാണുന്നത് വലതു ഭാഗത്താണ് ഏറ്റവും മേലെ. പക്ഷേ ഇത് അറബി വേർഷനാണ് എന്നുണ്ടെങ്കിൽ നേരെ ഇടതു ഭാഗത്തായിട്ടായിരിക്കും കാണുക. ആദത്തൻ തൂജദു സലാസത്തു അസ്റാർ മിനൽ അർബ. പ്രധാനമായിട്ടും 3 ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്ന് ഇവിടെ ഈ എക്സ് രൂപത്തിൽ കാണുന്ന ഈ ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബട്ടൺ. തൊട്ടടുത്ത് റീസ്റ്റോർ ഡൗൺ എന്ന് പറയുന്നൊരു ബട്ടനാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ മുഴുവനായി നിൽക്കുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ വലിപ്പം ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഒരു പ്രാവശ്യം കൂടി അവിടെ ക്ലിക്ക് ചെയ്താൽ അത് മാക്സിമൈസ് എന്നുള്ള അർത്ഥത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ മാക്സിമം വലുപ്പത്തിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ മൊത്തം വരുന്ന രീതിയിൽ ആയി മാറും. ഈ മൂന്നാമത്തെ ബട്ടനാണ് മിനിമൈസ്.
അറബിയിൽ സിർറു തസ്ഈർ എന്ന് പറയും. അത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യാതെ അത് നമ്മുടെ സ്ക്രീനിൽ നിന്നും അപ്രത്യക്ഷമായി ഈ അടിയിലുള്ള ഈ ലൈനിൽ വന്ന് കിടക്കും. അവിടെ വന്ന് ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്കത് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ബട്ടൺസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിനുള്ള അറബി പേരുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ് ചെയ്യാനുള്ള ബട്ടണാണ് സിർറുൽ ഇഗ്ലാഖ്, മറ്റേത് സിർറു തസ്ഈർ, സിർറു തക്ബീർ, സിർറുൽ ഇസ്തിആദ. ഇനി മനസ്സിലാക്കാനുള്ള മറ്റൊരു ബട്ടനാണ് സിർറു ഓഫീസ്. സിർറ് എന്ന് പറഞ്ഞാൽ ബട്ടൺ എന്നാണ് അർത്ഥം. ഓഫീസ് ബട്ടൺ ഇംഗ്ലീഷ് വെർഷനിൽ ഏറ്റവും ഇടത് ഭാഗത്ത് മുകളിൽ മൂലയിൽ കാണുന്ന ഈ ബട്ടനാണ് സിർറു ഓഫീസ്. അറബിയാണ് എന്നുണ്ടെങ്കിൽ വലത് ഭാഗത്ത് മൂലയിലായിരിക്കും ഉണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഇത്രയും ഓപ്ഷനുകൾ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഒന്ന് ന്യൂ എന്നുള്ള ജദീദ്, പുതിയൊരു ഡോക്യുമെൻ്റ് തുറക്കാനുള്ള ബട്ടനാണ് ന്യൂ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്കൊരു പുതിയൊരു വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. അതേപോലെ രണ്ടാമത്തത് ഓപ്പൺ, നേരത്തെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച ഒരു ഫയല് കണ്ടെത്തി തുറക്കാനുള്ള ഒരു ഓപ്ഷനാണത്. അതേപോലെ സേവ്, നാം ഒരു ഡോക്യുമെൻ്റ് തുറന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് സേവ് ചെയ്ത് വെക്കാൻ, ഹിഫ്ള് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് സേവ്. അതേപോലെ സേവ് ആസ്, നമുക്ക് ഇഷ്ടമുള്ളൊരു പേരിൽ ഓൾറെഡി സേവ് ചെയ്ത ഒരു ഡോക്യുമെൻ്റ് ഒന്നുകൂടി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് സേവ് ആസ് എന്നുള്ളത് ഉപയോഗിക്കുക. അതേപോലെ ഉള്ള ഓപ്ഷനുകൾ പ്രിൻ്റ്, അതുപോലെ അതിന് താഴെ പ്രിപ്പയർ, പിന്നെ സെൻഡ്, പബ്ലിഷ്, ക്ലോസ്, അതേപോലെ വേർഡ് ഓപ്ഷൻസ്, ഖിയാറാത്ത് വേർഡ്, എക്സിറ്റ് വേർഡ്, ഇൻഹാ വേർഡ് എന്നീ ഓപ്ഷനുകളാണ് ഈ സിർറു ഓഫീസ് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പാഠഭാഗം നോക്കാം. സിർറു ഓഫീസ് യൂജദു ഫിർ റുക്നിൽ ആലിൽ യമീൻ ലിന്നാഫിദ. നമ്മുടെ ഈ വിൻഡോയുടെ വലത് ഭാഗത്ത് ഏറ്റവും മൂലയിലായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുക. ഫിൽ ഇസ്താറിൽ അറബി ഡോക്യുമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ വലത് ഭാഗത്തും, ഇത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഇടത് ഭാഗത്ത് നമുക്ക് ഈ ഓഫീസ് ഐക്കൺ കാണുന്നത്. തൽഹറു ബിൻ നഖറി അല ഹദ സിർ അൽ അദവാത്ത് ടൂൾസ് ലിൽ അഅമാൽ താലിയ. ഇത് ക്ലിക്ക് ചെയ്താൽ ധാരാളം ടൂൾസ്, വ്യത്യസ്തമായ ഓപ്ഷനുകൾ നമുക്ക് ലഭിക്കും. ഏതൊക്കെയാണത്? ജദീദ്, ന്യൂ, ഫതഹ്, ഓപ്പൺ, ഹിഫ്ള്, സേവ്, ഹിഫ്ള് ബിസ്മി, സേവ് ആസ്, തിബാഅ, പ്രിൻ്റ്, ഇർസാൽ ഇല, ബരി, സെൻഡ് ടു, നഷർ, പബ്ലിഷ്, ഇഗ്ലാഖ്, ക്ലോസ്. അതേപോലെ ഏറ്റവും അടിയിൽ വേർഡ് ഓപ്ഷൻസ്, ഖിയാറാത്ത് വേർഡ്, ഇൻഹാ വേർഡ്, എക്സിറ്റ് വേർഡ്. അപ്പോൾ അറബി വെർഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഈ അറബിയിലുള്ള രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ മനസ്സിലാക്കാനുള്ള മറ്റൊരു ഭാഗമാണ് ഈ ടൈറ്റിൽ ബാറിൽ തന്നെ ഉള്ള ഈ ഓപ്ഷനുകൾ, ഈ കാണുന്ന ഓപ്ഷനുകൾ. ഇവയ്ക്ക് ക്വിക്ക് ലോഞ്ചർ ടൂൾസ് എന്നാണ് പറയുക. ശരീഅത്തു അദവാത്തിൽ വുസൂലി സരിയ, നമ്മുടെ ഡോക്യുമെൻറ്റിൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ചില ഓപ്ഷനുകൾ പെട്ടെന്ന് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഐക്കണുകൾ ഇവിടെ ടൈറ്റിൽ ബാറിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. യൂജദു ഹാദ ഷരീത്ത് ഫിൽ ഷരീത്തുൽ ഒൻവാൻ. ഈ ഓപ്ഷനുകൾ അടങ്ങിയ ഭാഗം നമ്മുടെ ടൈറ്റിൽ ബാറിലാണ് ഉള്ളത്. തുസാഇദുൽ അദവാത്തു അല ഹാദ ഷരീത്ത് ലിഇത്മാമിൽ അഅമാലി ബിസുർഅത്തിൻ ഫായിഖ. നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട ചില ഓപ്ഷനുകൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഉദാഹരണമായിട്ട് സേവ്, നമ്മുടെ ഡോക്യുമെൻ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ സേവ് ചെയ്യാം. അല്ലാതെ ഈ ഓഫീസ് ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്ത് പിന്നെ സേവ് അടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ ഇവിടെ വരുന്ന ഐക്കണുകളാണ് ഒന്ന് സേവ്, അതേപോലെ അൺഡു എന്നുള്ള ഒരു ഓപ്ഷൻ. നമ്മുടെ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് പിന്നെ അത് ചെയ്യണ്ട എന്ന് തോന്നിയാൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ആ ചെയ്ത കാര്യം ഇല്ലാതെയായിത്തീരും. ഇനി അത് വീണ്ടും ചെയ്യണമെന്ന് തോന്നിയാൽ തൊട്ടടുത്തുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. റീഡു എന്നാണ് ഈ ഐക്കൻ്റെ പേര്. ചെയ്ത കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐക്കൺ. അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഐക്കണാണ് ന്യൂ ഡോക്യുമെൻ്റ്. നമ്മൾ ഓഫീസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ കാണുന്ന ആ ഓപ്ഷൻ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ക്വിക്ക് ലോഞ്ചർ ടൂൾസിൽ വന്നിരിക്കുകയാണ്. യുംകിനുന അൻ നുഖസ്സിസ ഹാദ ശരീത്ത് ബി ഇളാഫത്തിൽ അദവാത്തി ഇലൈഹ.
ഇവിടെ ഡിഫോൾട്ടായിട്ട് സാധാരണ രീതിയിൽ ഡോക്യുമെൻറ്റിൽ ഇങ്ങനെയുള്ള ഈ 4 ഓപ്ഷനുകളായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനുകൾ മാറ്റാം, വേറെ കൂടുതൽ ഓപ്ഷനുകൾ ഈ ഒരു ഭാഗത്തേക്ക് ചേർക്കുകയും ഉള്ള ഓപ്ഷനുകൾ കളയാനൊക്കെ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. വനുംകിനു അൻ നുഖസ്സിസ ഹാദ ശരീത്ത്, നമുക്ക് ഈ ബാർ, ഈ ക്വിക്ക് ലോഞ്ചർ ടൂൾസ് ബാർ നമുക്ക് കസ്റ്റമറൈസ് ചെയ്യാം. ബി ഇളാഫത്തിൽ അദവാത്തി ഇലൈഹ, കൂടുതൽ ടൂൾസ് ഈ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ട്. സാധാരണ രീതിയിൽ ഒരു ഡോക്യുമെൻ്റ് തുറന്നാൽ അവിടെ ഹിഫ്ല്, സേവ്, അതേപോലെ തറാജു, അൺഡു, തക്രാർ, റീഡു, ജദീദ്, ന്യൂ എന്നുള്ള ഈ അദവാത്ത് ടൂൾസുകളാണ് ഉണ്ടാവുക. ഇവയിലേക്ക് കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ ചെറിയൊരു ആരോ ക്ലിക്ക് ചെയ്താൽ ഈ ഓപ്ഷനുകളിൽ നിന്നും നമുക്കവിടെ പ്രത്യക്ഷപ്പെടേണ്ട ഐക്കണുകൾ നമുക്ക് സെലക്ട് ചെയ്യുകയും അതേപോലെ ഇവിടെ നിലവിലുള്ള ഈ ഐക്കണുകൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ ആരോ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിലനിർത്തി ആവശ്യമില്ലാത്തതിൻ്റെ നേരെയുള്ള ആ ടിക്ക് ഒഴിവാക്കുന്നതിലൂടെ ഇവിടെ ഉള്ള ഈ ടൂൾസ് നമുക്ക് അതിന് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി വേർഡിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ശരീഅത്തുൽ ഖവായിം, മെനു ബാർ എന്ന് പറയുന്ന ഭാഗം. ശരീഅത്തുൽ ഖവായിം എന്നാണ് അറബിയിൽ പറയുക. മെനു ബാർ വ്യത്യസ്തമായ ഓപ്ഷനുകൾ അടങ്ങിയ ടൈറ്റിൽ ബാറിന് തൊട്ട് താഴെയുള്ള ഈ ഒരു ലൈനിനാണ് മെനു ബാർ, ശരീഅത്തുൽ മഹാം എന്ന് പറയുക. നാം തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ ഈ ഏതെങ്കിലും ഒരു മെനുവിൽ ഉണ്ടായിരിക്കും. പേജ് നമ്പർ കൊടുക്കാൻ, അതേപോലെ ഫുട് നോട്ട് കൊടുക്കാൻ, എൻഡ് നോട്ട് കൊടുക്കാൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത് ഈ മെനുകളിലാണ്. അപ്പോൾ ഈ മെനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തിനാണ് ശരീഅത്തുൽ ഖവായിം എന്ന് പറയുന്നത്. فإنه يوجد تحت شريط العنوان توجد على شريط القوائم علامات التبويب عن الtabs. ഈ മെനു ബാറിലുള്ള ഓരോ ഓപ്ഷനുകൾക്കും ടാബുകൾ എന്നാണ് പറയുക. ഒന്നാമത്തത് അസ്സഫഹത്തുർ റഈസിയ എന്ന് പറയും, ഹോം. ഒന്നാമത്തെ ഹോം എന്നെഴുതിയ ഇതിന് ഒരു ടാബ്, അതിൻ്റെ തൊട്ടടുത്തുള്ളത് വേറെ ടാബ്, അങ്ങനെയുള്ള 7ഓളം ടാബുകൾ അടങ്ങിയതാണ് ഈ മെനു ബാർ. ഹോം എന്നുള്ള ടാബിന് തൊട്ടടുത്തുള്ളതാണ് ഇദ്റാജ്, ഇൻസേർട്ട്. ചിത്രങ്ങളോ അല്ലെങ്കിൽ സൗണ്ടോ ഒക്കെ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അതിന് തൊട്ടടുത്ത് പേജ് ലേ ഔട്ട്, തഖ്തീത്ത് സ്വഫഹ, മറാജിഅ, റെഫറൻസസ്, മുറാസലാത്ത്, മെയിലിങ്സ്, അതേപോലെ റിവ്യൂ, മുറാജഅ, അതേപോലെ വ്യൂ, അർള് തുടങ്ങിയിട്ടുള്ള ഓപ്ഷനുകളാണ് സാധാരണ രീതിയിൽ ഈ ഡോക്യുമെൻറ്റിൽ ഉണ്ടാവുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറബി വേർഷനാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നേരെ ഇത് ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ അറബിയിൽ വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്കായിരിക്കും. ഉദാഹരണമായിട്ടൊന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡിൻ 2019 അറബി വേർഷനാണിത്. അപ്പോൾ ഇവിടെ നാം പരിചയപ്പെട്ട ശരീഅത്തുൽ ഖവായിമിലുള്ള ഓപ്ഷനുകളൊക്കെ നോക്കൂ. അത്തബ്വീബാത്ത് ഔ ടാബ്സ്, അസ്സഫഹത്തുർ റഈസിയ, വബഅദ ദാലിക് ഇദ്റാജ്, വബഅദ ദാലിക് തഖ്തീത്ത്, പേജ് സെറ്റപ്പ്, സുമ്മ മറാജിഅ, റഫറൻസസ്, മുറാസലാത്ത്, മെയിലിങ്സ്, അതേപോലെ മുറാജഅ, റിവ്യൂ, അർള്, വ്യൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇംഗ്ലീഷ് അറബി വേർഷനുകളിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇംഗ്ലീഷാണ് എന്നുണ്ടെങ്കിൽ ഈ മെനുകളൊക്കെ ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്കായിട്ടായിരിക്കും ഉണ്ടാവുക. അറബിയാണ് എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചും, അറബി എഴുതുന്നത് പോലെ വലത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്ത് ആയിരിക്കും ഉണ്ടാവുക. എന്നതുപോലെ ശരീഅത്തുൽ ഉൻവാനിലും നാം വലത് ഭാഗത്ത്, ഇംഗ്ലീഷിൽ വലത് ഭാഗത്ത് കണ്ട ഐക്കൺസൊക്കെ ഇതിൽ ഇടത് ഭാഗത്താണ് നിലകൊള്ളുന്നത്. ഇടത് ഭാഗത്തുള്ളത് വലത് ഭാഗത്ത്. അപ്പോൾ നമുക്ക് 2007 വേർഷനിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഇവിടെയുള്ള ഇതിനാണ് മെനു ബാർ എന്ന് പറയുക. ഇവിടെയുള്ള ഓരോ ഓപ്ഷനുകൾക്കും ടാബ് എന്നും പറയും. ഇതിൽപ്പെട്ട ഓരോ ടാബ് ക്ലിക്ക് ചെയ്താലും ആ ടാബുമായി ബന്ധപ്പെട്ട പല ഓപ്ഷനുകളും നമുക്ക് ഇവിടെ അതിന് താഴെയായിട്ട് കാണാൻ സാധിക്കും. ഓരോ ടാബ് എടുത്ത് നോക്കിയാലും അതുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകളായിരിക്കും തൊട്ടടുത്ത ഐക്കണുകളായിട്ട്, അടിയിലുള്ള ഐക്കണുകളായിട്ട് പ്രത്യക്ഷപ്പെടുക.
നമ്മുടെ ടെക്സ്റ്റിൽ ഇത് പറയുന്ന ഭാഗം ശ്രദ്ധിച്ച് നോക്കൂ. തോറഫുൽ ഖവായിമു ഫി ഓഫീസ് അൽഫൈൻ വസബ ബിത്തബീബ്. ഓരോന്നിനും ടാബ് എന്ന പേരാണ്. ഈ ഓരോ ഓപ്ഷനുകൾക്കും ടാബ് എന്നാണ് പറയുക. തതഗയ്യറു അർളുൽ ഖവായിം. ഈ ഓരോ ടാബുകളും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അടിയിൽ വരുന്ന ആ ഓപ്ഷനുകൾ മാറിക്കൊണ്ടിരിക്കും. ഓരോ തുറദു ഫി മജ്മുഅത്തിൻ മുത്തനബ്ബിയ. ഈ ഓരോ ടാബുകളും ഓരോ വിഭാഗങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകളായിരിക്കും അവക്ക് താഴെ നമുക്ക് പ്രത്യക്ഷപ്പെടുക. ഇനി വേർഡുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ശരീഅത്തുൽ മഅലൂമാത്ത്, ഇൻഫർമേഷൻ ബാർ എന്ന് വേണമെങ്കിൽ പറയാം. യൂജദു ഫിൽ ജാനിബിൽ അസ്ഫൽ ലിന്നാഫിദ. ഈ വിൻഡോയുടെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് ഇത് കാണുക. തൽഹറു അലൈഹി അൽ ബയാനാത്തു അൻ അർഖാമി സ്വഫഹ വൽ കലിമാത്ത് വ ലുഗത്തിൽ ഇദ്ഖാൽ. ഈ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ എത്ര പേജുണ്ട്, എത്ര വേർഡ്സ് ഉണ്ട്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഏതൊക്കെയാണ്, അതേപോലെ ചില ഷോർട്ട് കട്ടുകൾ, സൂം ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഒക്കെ അടങ്ങിയ ഭാഗത്തിനാണ് ശരീഅത്തുൽ മഅലൂമാത്ത് എന്ന് പറയുക. അപ്പോൾ ഏറ്റവും അടിഭാഗത്താണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഈ കാണുന്നതാണ് ശരീഅത്തുൽ മഅലൂമാത്ത്. മറ്റുള്ള ബാറുകൾ പോലെ തന്നെ ഇതിലും കുറേ ഐക്കണുകളും കുറേ ഓപ്ഷനുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഈ ഇടതുഭാഗത്ത് ആദ്യം കാണുന്നത് പേജ് 2 of 2. നമ്മുടെ ഡോക്യുമെൻ്റ് എത്ര പേജ് ഉണ്ട് എന്നും നാം ഏത് പേജിലാണ് ഇപ്പോൾ ഉള്ളത് എന്നും ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേജ് 2 of 2. ഈ ഡോക്യുമെൻ്റ് 2 പേജുണ്ട്, അതിലുള്ള 2ാം പേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നാണ് ഇതുകൊണ്ടുള്ള അർത്ഥം. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്ഷൻ വേർഡ്സ് 250 വേർഡ്സാണ് ഈ ഞാനിപ്പോൾ തയ്യാറാക്കിയ ഡോക്യുമെൻറ്റിൽ ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഓപ്ഷനാണ് അറബിക്, സൗദി അറേബ്യൻ. ഞാൻ ഈ ഡോക്യുമെൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് എന്ന്. ഇനി ഈ വലതു ഭാഗത്തുള്ള ഓപ്ഷനുകൾ ഈ ഡോക്യുമെൻ്റ് പല രീതിയിലും നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഷോ ചെയ്യിക്കാം. ഇപ്പോൾ ഉള്ള സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നത് പ്രിൻ്റ് വ്യൂ ആണ്. ഈ സാധനം പ്രിൻ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഡോക്യുമെൻ്റ് കാണുന്നത്. ഇനി തൊട്ടടുത്തുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീൻ റീഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്ഷൻ. അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത ഓപ്ഷൻ വെബ് വ്യൂ. നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ഓപ്ഷനാണ്. അങ്ങനെയുള്ള ചില ഈ ഡോക്യുമെൻ്റ് നമുക്ക് മുമ്പിൽ വ്യൂ ചെയ്യിക്കാൻ ആവശ്യമായ അതിൻ്റെ ചില ഓപ്ഷനുകളാണ് ഇവിടെ ഈ കാണുന്ന ഓപ്ഷനുകൾ. പിന്നെ ഇതിലുള്ള ഈ ശരീഅത്തുൽ മഅലൂമാത്തിലുള്ള മറ്റൊരു കാര്യമാണ് ഇഖ്തിസാറു തക്ബീർ അവി തസ്ഗീർ, സൂം ഇൻ സൂം ഔട്ട്. ഈ ഡോക്യുമെൻ്റ് ഒന്നുകൂടി വലുതായി കാണാൻ, നമ്മുടെ വായിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ സുഖത്തിന് ഒന്നുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഈ ഓപ്ഷന് ഇങ്ങനെ വലതുഭാഗത്തേക്ക് വലിച്ചാൽ അത് വലുതാകും, ഇടതുഭാഗത്തേക്ക് നീക്കിയാൽ അത് സൂം ഔട്ട് ആകും, അത് ചെറുതായി മാറും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ശരീഅത്തുൽ മഅലൂമാത്തിലുള്ളത്. മറ്റൊരു ഭാഗമാണ് ശരീഅത്തു തംരീർ, സ്ക്രോൾ ബാർ എന്ന് പറയും. ശരീഅത്തു തംരീർ വലതുഭാഗത്തും അതേപോലെ ഡോക്യുമെൻറ്റിൻ്റെ അടിഭാഗത്തുമായിട്ടായിരിക്കും ഈ സ്ക്രോൾ ബാർ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് മുകളിൽ നിന്ന് അടിയിലേക്കും അടിയിൽ നിന്ന് മുകളിലേക്കൊക്കെ ചലിപ്പിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടുള്ള ആ ഓപ്ഷനാണിത്. ഇപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻ്റ് ഒന്ന് സൂം ചെയ്താൽ എനിക്കിത് മുഴുവൻ ഇപ്പോൾ വായിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് വലതുഭാഗത്തു നിന്ന് ഇടതുഭാഗത്തേക്കും ഇടതുനിന്ന് വലത്തോട്ടും മൂവ് ചെയ്യിക്കാൻ ഈ അടിയിലുള്ള സ്ക്രോൾ ബാറാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലോവർ പാർട്ടിലും അതേപോലെ സൈഡിലും ഓരോ ശരീഅത്തുൽ തംരീർ സ്ക്രോൾ ബാർ ഉണ്ടാകും. അറബിയിൽ ഭാഷ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അറബിയിലുള്ള സോഫ്റ്റ്വെയർ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്നതിൻ്റെ നേരെ എതിരായിട്ട്, ഇപ്പോൾ വലതുഭാഗത്താണ് കാണുന്നത്, ഇടതുഭാഗത്തായിട്ടായിരിക്കും അറബിയിലുള്ള സ്ക്രോൾ ബാർ ഉണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിൽ പ്രധാനമായിട്ടും പരിചയപ്പെടേണ്ട കാര്യങ്ങൾ. ഫർജു അന്നക്കും ഖദ്
فهمتم جميع هذه الأمور، فيجب عليكم أن تذكروا هذه الأجزاء المختلفة لوثيقة وورد 2007، كما يجب عليكم حفظ الأسماء العربية لهذه الأجزاء أيضا. فشكرا لكم على مشاهدة هذا الفيديو. دمتم في الخير والعافية. إلى اللقاء، والسلام عليكم ورحمة الله وبركاته.